ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിസംബറിൽ വെക്കേഷൻ ടൈമിൽ ദുബായ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ദുബൈയിലും അതായത് 2 ദിവസം ദുബൈയിൽ സ്റ്റേ ചെയ്തു, ഒരു ദിവസം റാസൽ ഖൈമ, ഒരു ദിവസം മുസണ്ടം, അങ്ങനെയായിരുന്നു സ്റ്റേ ചെയ്തത്. അങ്ങനെ 4 നൈറ്റും 5 ഡേയും ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുമ്പോൾ തന്നെ ദുബായ് ആണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് കസിൻസിനെയൊക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു നെയ്ബർ കുട്ടി ഉണ്ടായിരുന്നു ദുബൈയിൽ, അവളെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം. അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഡിസംബർ സീസൺ ആയതുകൊണ്ട് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡൊക്കെ ഫുൾ ഈ പറയുന്ന നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു രാത്രിയിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്, കാരണം നമ്മളിവിടുന്ന് റുവൈസിൽ നിന്ന് യാത്ര ചെയ്ത് പോയതാണല്ലോ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് ഈവനിങ് ഒന്ന് പുറത്തേക്ക് ഒന്നുകൂടെ പോകാനുണ്ട്. നൈറ്റ് നമ്മൾ ഒരു കസിൻ്റെ അടുത്തുനിന്ന് പോകാനുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ കസിനെയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ലേറ്റായിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ 1-2 ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് റൂമിൽ വന്ന് അന്നത്തെ ദിവസം അന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമ്മൾ ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തേക്കുന്നത്. അതായത് 24th ഡിസംബറിനാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് ബാക്കി. അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട് കേട്ടോ, ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന അവിടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അൽഗുറൈർ സെൻറ്റർ. അപ്പോൾ അവിടെ ചെന്നിട്ട് മോനൊരു ഷൂ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് പോയി അതൊക്കെ നോക്കിയിട്ട് മേടിച്ചിട്ട് വരികയാണ് ചെയ്തത്. കാരണം 2:30 ആകുമ്പോൾ നമുക്ക് ഡെസേർട്ട് സഫാരിക്കുള്ള പിക്കപ്പിനുള്ള ആൾ ഹോട്ടലിൽ വരും. അപ്പോൾ അതാ ഞാൻ അൽഗുറൈർ സെൻറ്ററിൽ ആദ്യമായിട്ട് ഞാൻ സ്റ്റുഡിയോ കാണുന്നത് അവിടെയാണ് കേട്ടോ. അപ്പോൾ UAE വന്നിട്ടുണ്ടെന്നുള്ള അറിയാം, പക്ഷേ അപ്പോൾ സ്റ്റുഡിയോ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മേടിച്ചിട്ട് സമയമായിട്ടുണ്ട്. 2:30 ആകുമ്പോൾ നമുക്ക് ഫുഡും കഴിച്ച് നിൽക്കണം. അപ്പോൾ അത് ആൾ വന്നിട്ടുണ്ട്. നമുക്കൊരു കറക്റ്റ് ഷാർപ്പ് 2:30 ആയപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ പിക്കപ്പിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡെസേർട്ട് സഫാരി ബുക്ക് ചെയ്തത് നമ്മൾ ഈ പറഞ്ഞ 5 പേർക്ക് ഒരു പ്രൈവറ്റ് SUV ആ ഒരു രീതിയിലുള്ള ഇതാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഡെസേർട്ട് സഫാരിക്ക്. റേറ്റ് 50 ദിർഹംസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ ഓപ്ഷൻസാണ് ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് നോക്കിയിട്ട് മാത്രം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അത് മെയിനായിട്ടുള്ള റേറ്റിൽ ഡിഫറൻസ് വരുന്നത് പിക്കപ്പും ഡ്രോപ്പ് ഓഫും എങ്ങനെയാണെന്നുള്ളത്, അത് പ്രൈവറ്റ് SUV ആണോ അല്ലെങ്കിൽ ഷെയർഡ് SUV ആണോ എന്നുള്ളതാണ്. ഷെയർഡ് ആണെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കാറിലുണ്ടാവും, അതിൻ്റെ കൂടെ നമ്മളും. അങ്ങനെ പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് മാത്രമായിട്ട് ഒരു കാർ. ഇതിപ്പോൾ നമ്മൾ 5 പേർക്ക് വേണ്ടിയിട്ട്, മാക്സിമം 6 പേർക്കാണ് ഒരു കാറിൽ പറ്റുള്ളൂ. ഒരു കാർ ആ ഒരു രീതിയിലാണ് അവർ നമുക്കിതിന് പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. എല്ലാ ഒരു പാക്കേജിലും എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടാവണമെന്നില്ല. തനൂറ ഡാൻസ്, ഫയർ ഡാൻസ്, ബെല്ലി ഡാൻസ്, പിന്നെ നോൺ വെജ് ആൻഡ് വെജ് ബാർബിക്യൂ ഡിന്നർ, പിന്നെന്താണ് ഡ്യൂൺ ബാഷിങ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരുടെ ഓരോ പാക്കേജുകൾ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ഒരു 2:30 ആയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു 3:30 അടുപ്പിച്ചെത്തി നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കേട്ടോ. 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ക്വാഡ് ബൈക്സ്, അതിൻ്റെ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ കൂടെ ഈ ഗൈഡ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലായിടത്തും പ്രിഫറൻസ് ഉണ്ട് കേട്ടോ. കാരണം പുള്ളിക്ക് അവരറിയുന്നവരൊക്കെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുള്ളി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ക്യൂലൊന്നും അധികം നേരം നിൽക്കേണ്ട ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് ബൈക്ക് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനുള്ള ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ 2 പേർക്ക് ഇരിക്കാവുന്ന ബൈക്കാണ് റെഡ് ബൈക്ക്. അതിന് ഒരാൾക്കല്ല 2 പേരുടെ ആ ഒരു ബൈക്കിന് 250 ദിർഹംസ് ആണ് കേട്ടോ. പിന്നെ ഒരാളിരിക്കുന്ന ബൈക്കുണ്ട്, ആ ഒരു ഗ്രീൻ ബൈക്ക്, അതിന് 150 ദിർഹംസും ആണ്. അപ്പോൾ ഇവർ 3 പേരായതുകൊണ്ട് ആ ഒരു വലിയ ബൈക്കും ഒരു ചെറിയ ബൈക്കിൻ്റെ ടിക്കറ്റാണ് കേട്ടോ നമ്മളെടുത്തത്. അപ്പോൾ അത് കുട്ടികൾ അതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത ബൈക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് വരണം, എന്നാലാണ് അവിടേക്ക് കയറി ന്യൂ ബൈക്കിലായിട്ട് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ബൈക്ക് എത്താനുള്ള താമസത്തിനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ വരുന്നത്.
അപ്പോൾ കുട്ടികൾക്കൊക്കെ ബൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ റൈഡ് ചെയ്യണം. 15 മിനിറ്റാണ് അവർ പറഞ്ഞേക്കുന്ന സമയം. കണ്ട ആ യെല്ലോയിലാണ് കേട്ടോ ചെറിയ ആൾ കയറിയത്. അത് ഒരാൾക്ക് ഇരിക്കാവുന്ന ബൈക്കാണ്. പക്ഷേ അതിനൊരു പ്രശ്നം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മൂവ് ആവുന്നില്ല. അവർ പറയുന്നത് ഇവന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. ഇതിങ്ങനെ മണ്ണിലിങ്ങനെ ടയറിങ്ങനെ കറങ്ങി നിൽക്കുകയാണ് കേട്ടോ. കുറേ നേരം ട്രൈ ചെയ്തിട്ട് അത് ശരിയായില്ല. പിന്നെ വീണ്ടും അവനത് മാറ്റിയിട്ട് റെഡ് ബൈക്ക് തന്നെ എടുത്തു. അപ്പോൾ കൂടെ ഹസ്ബൻഡും കൂടെ പോയിട്ടോ. അങ്ങനെയാണ് റൈഡ് ചെയ്തത്. 15 മിനിറ്റ്, ഒരു 3:45 സ്റ്റാർട്ട് ചെയ്തത്. 4 മണിക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ എല്ലാവരും 4:10, 4:15 ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ സ്റ്റോപ്പ് ചെയ്തത്. അപ്പം മൂത്ത ആൾ വന്ന് നോക്കുന്നുണ്ട് ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ അവർക്കും പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഈ ഓപ്പറേറ്റർ തന്നെ പോയിട്ട് തിരിച്ച് വിളിച്ചിട്ട് വന്നിട്ട് വേറെ ബൈക്ക് കൊടുത്തു വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ ഹസ്ബൻഡും മോനും കൂടെ പിന്നെ അത് റൈഡ് ചെയ്തത്. മോനാണ് കേട്ടോ ഫുള്ള് ചെയ്തത്. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. വലിയവരും എല്ലാവരും ഓടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പേടിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. അപ്പം കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമായിരുന്നു കേട്ടോ ഈ റൈഡ്. ഡെസേർട്ട് സഫാരിയിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്വാഡ് ബൈക്കിൻ്റെ ആ റൈഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തത് ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ, ഡ്യൂൺ ബാഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു 4 മണി 4:30 ആയെന്ന് തോന്നുന്നു. 4:45 ആയപ്പോഴാണ് നമ്മൾ ഡെസേർട്ടിലേക്ക് ഇങ്ങനെ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ പോയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാളിയായിരുന്നു ഡ്രൈവർ. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് ഒത്തിരി അങ്ങനെ എന്താ പറയുക എടുത്ത് ഇതാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പിടിച്ചിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് സമയത്തേക്ക് ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യിച്ചത്. കാരണം നമുക്കിത് പറ്റത്തില്ല. കാരണം നമ്മൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ ഒരു റൈഡിലൊക്കെ കയറുമ്പോൾ പൊങ്ങലും താഴലും ഒക്കെ ഇല്ല, അതുപോലെയാണ് കേട്ടോ ഈ ഡ്യൂണിൻ്റെ മുകളിൽ കൂടെ കയറുമ്പോഴൊക്കെ. മൂത്ത ആൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് അധികം നേരം ഓടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ പുറത്ത് നിന്നിട്ട് നമ്മൾ പുറത്തൊരു കാറ് പോകുന്ന ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വന്നതും അങ്ങനെ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാ ഒരു ഡ്യൂണിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിറയെ ആളുകളുണ്ട്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിറയെ ആളുകൾ പോയി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മൂത്ത ആൾ ഇപ്പോൾ സാൻഡ് ബോർഡിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ഈ പാക്കേജിൽ സാൻഡ് ബോർഡിംഗ് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ അത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അതിനകത്ത് അത് ഇൻക്ലൂഡഡ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളത് ബുക്ക് ചെയ്യുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയെടുക്കുക കേട്ടോ. പ്രധാനമായിട്ട് ഈ റേറ്റിൽ വ്യത്യാസം ഉള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അതുപോലെ തന്നെ ഫുഡ്, പിന്നെ അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നമ്മൾ ക്യാമ്പിൽ ചെല്ലുമ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ വേറൊരു കാറ് വരുന്നത്. നമ്മളിങ്ങനെ നോക്കി നിന്നപ്പോഴാണ് നമ്മളും അങ്ങനെയൊക്കെയാണ് വന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് അവർ ഒരു ഡ്യൂണി കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളോട് പറയും അവിടെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഹസ്ബൻഡും മക്കളൊക്കെ ഓടി കളിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ. അങ്ങനെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് സൺസെറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് അടുത്തതെന്ന് പറഞ്ഞാൽ ഈ കാറ്, നമ്മൾ വന്ന കാറ് ക്ലീൻ ചെയ്യാനായിട്ട് അവർ പോകട്ടോ. അതൊരു പ്രത്യേക ഇതാണ് കേട്ടോ. ഫുൾ എയർ വെച്ച് ക്ലീൻ ചെയ്ത് കാറ് നീറ്റാക്കിയിട്ടാണ് നമ്മൾ വീണ്ടും ക്യാമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 5:45, 6 മണിയോട് അടുപ്പിച്ചായിട്ട് നമ്മളിനി അടുത്തത് ക്യാമ്പിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പം നല്ല ഡ്രൈവ് ഉണ്ടായിരുന്നു. ഈ ഇത് ചെയ്ത സ്ഥലത്ത് നിന്ന്, ഡ്യൂൺ വാഷിംഗ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു മണിക്കൂർ 45-50 മിനിറ്റോളം ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പിലേക്ക്. അപ്പോൾ നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് നിറച്ച് കാറുകൾ കാണാൻ കേട്ടോ. അത് ഒത്തിരി ക്യാമ്പുകൾ ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ നമുക്ക് ഇതുപോലെ ഒരു ടാഗ്, നമുക്ക് VIP ടാഗാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ ഈ എടുത്ത പാക്കേജ് VIP ഒരു പാക്കേജായിരുന്നു. അപ്പോൾ അതിനകത്ത് സോഫ സിറ്റിംഗ് അല്ലെങ്കിൽ VIP ചെയർ സിറ്റിംഗ് എന്നുള്ള രീതിയാണ്. നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ആ ലൈറ്റ് ഇട്ട് കാണുന്ന 2 സ്റ്റേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജിനോട് അടുത്തുള്ളൊരു സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളാണ്, നമുക്ക് കാണാനൊക്കെ ഈസിയാണ്. 2 സ്റ്റേജ് ഉണ്ട്. ഒരു സ്റ്റേജ് അപ്പുറയാണ് കേട്ടോ, അത് വേറൊരു ഏരിയയാണ് അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് റേറ്റിൻ്റെ അനുസരിച്ചാണെന്ന് തോന്നുന്നു 2 രീതിയിലുള്ള ഇരിപ്പും ഫുഡും അറേഞ്ച്മെൻറ്റ്സൊക്കെ. അപ്പോൾ അവിടെ നമുക്ക് അൺലിമിറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, അൺലിമിറ്റഡ് കോഫി ആൻഡ് ടീ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതുപോലെ കുറേ ആളുകൾ ഇങ്ങനെ വരുന്നതനുസരിച്ച് നമ്മുടെ പാക്കേജ്
പാക്കേജും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് അവരിങ്ങനെ ഇരുത്തും. പിന്നെ നമ്മുടെ ഈ പറയുന്ന ശീഷ ആ സാധനമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമുക്ക് മെഹന്തി ഇടാനുള്ള സംവിധാനമുണ്ട്. പിന്നെ നമ്മുടെ തനൂറ ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം തനൂറ ഡാൻസിന് ശേഷം നമ്മൾ ഡിന്നറിനുള്ള സമയമായെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഏരിയ VIP ഏരിയയിലുള്ള ഡിന്നറാണ്. നോൺ വെജ് ആൻഡ് വെജ് ബാർബിക്യൂ ഡിന്നറാണ് കേട്ടോ. പക്ഷേ നിറയെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നോൺ വെജിനൊക്കെ ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നിറയെ നമ്മൾ ടേബിളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുന്നത്, തിന്ന് കഴിഞ്ഞപ്പോൾ ഒന്നിനും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ കുറച്ച് സാലഡ്സും പിന്നെ ഫലാഫൽ നല്ലതായിരുന്നു. ഫലാഫലും സാലഡ്സും കുറച്ച് കുബൂസ്, മയണൈസ് അതൊക്കെ കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ. വേറെ ഫുഡിനൊന്നും പ്രത്യേകിച്ച് ടേസ്റ്റോ കാര്യങ്ങളോ റൈസിനൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുട്ടികൾ കഴിച്ചു. അങ്ങനെ എനിക്ക് പേഴ്സണലി ഫുഡ് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 സ്റ്റേജ് കാണാം കേട്ടോ. ഒരു സ്റ്റേജ് അപ്പുറയും ഒരെണ്ണം ഇപ്പുറയും. ഈ 2 സ്റ്റേജിലും ഒരേ സമയത്ത് ഇതുപോലെ ഡാൻസും കാര്യങ്ങളുണ്ട്. ഇവരിനി അപ്പുറത്തും കളിക്കും കേട്ടോ. അപ്പോൾ അവരിപ്പുറം വരും. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന റെഡ് ഇട്ട ആ ഒരു സ്റ്റേജിന് ചുറ്റുമാണ് നമ്മളിരിക്കുന്നത്. അപ്പുറത്തെ സ്റ്റേജിന് ചുറ്റുമുള്ള ഒരു യെല്ലോ രീതിയിലുള്ള സീറ്റ് കണ്ട, ആ സീറ്റിൻ്റെ അപ്പുറത്തോട്ട് ഒരു സെപ്പറേഷനും കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് 2 രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ ക്യാമ്പിന് ഫുഡ് വേറെയാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഡാൻസൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മെഹന്തി കയ്യിൽ ഒരു ചെറിയ പോർഷൻ മെഹന്തി ഇട്ട് തരും കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ക്യാമൽ റൈഡ് ഉണ്ട് കേട്ടോ, ഷോർട്ട് ക്യാമൽ റൈഡ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഫയർ ഡാൻസ് ആണുള്ളത്. അപ്പോൾ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന തനൂറ ഡാൻസ്, ഫയർ ഷോ, പിന്നെ ബെല്ലി ഡാൻസ്. 2 ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഷോസിനും ഇത് തന്നെയൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഷോർട്ട് ക്യാമൽ റൈഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനുള്ള ഒട്ടകങ്ങളാണ്. ജസ്റ്റ് ഒരു റൗണ്ട് വെക്കും കേട്ടോ, നമ്മളെ കയറ്റിയിട്ട് അത്രയേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികൾ മാത്രമാണ് കയറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡെസേർട്ട് സഫാരി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രിഫറൻസ്, ആ ഒരു സംഭവങ്ങളൊക്കെ ഉള്ള പാക്കേജസ് നോക്കി സെലക്ട് ചെയ്യുക. നമ്മുടെ ട്രാവൽ കൺവീനിയൻസും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.